പാലക്കാടുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് പുതിയ വിവരങ്ങൾ? ഹലോ. തൃപ്രയാർ അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിൽ ഇപ്പോൾ നടക്കുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളും കളക്ടറും ശ്മശാനത്തിൽ എത്തിയിട്ടുണ്ട്. നിഖിൽ കേൾക്കാമെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കീർത്തന, അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അങ്ങേയറ്റം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു അപകടമാണ് ഇന്നിപ്പോൾ രാവിലെ തൃപ്രയാറിൽ നടന്നത്. 5 പേരുടെ മരണമാണ് ഈ സംഭവത്തിലുണ്ടായത്. ഇപ്പോൾ ജില്ലാ കളക്ടർ എസ് ചിത്ര സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അവരുടെ വിലാപങ്ങൾ, അവരുടെ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള പൊതു ശ്മശാനത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അവരുടെ ബന്ധുക്കൾക്കും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് 14 പേരടങ്ങുന്ന കുടുംബമായിട്ടാണ് തൃപ്രയാറിലേക്ക് ജോലിക്ക് വേണ്ടി പോയിരുന്നത്. എന്തായാലും നമുക്ക് ജില്ലാ കളക്ടറോട് ഈ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിപ്പോയി. ഇവരുടെ താമസത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ മാമിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ, സംസ്കാരത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ തഹസിൽദാരും ADMഉം ഒക്കെ സ്ഥലത്തുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ബന്ധുക്കളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സർക്കാർ അവരോടൊപ്പം ഉണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മീൻകര ഡാമിനോട് ചേർന്ന ഈ പ്രദേശത്ത് ആണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. 5 അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്.